എഞ്ചിനീയർ റോഡ് നാടിന് സമർപ്പിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിലെ എഞ്ചിനീയർ റോഡ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MP രാജേഷ് നാടിന് സമർപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് ആധുനിക നിലവാരത്തിൽ ഉയർത്തിയത്. ആനക്കര ടൗണിനെയും പടിഞ്ഞാറങ്ങാടിയെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. 3 കിലോമീറ്റർ ദൂരം 5.5 മീറ്റർ വീതിയിലാണ് BM&BC ചെയ്ത് നവീകരിച്ചത്. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഡ്രൈനേജ് പ്രവൃത്തികളും റോഡ് സുരക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങളും പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രാജീവ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഫണ്ട് അനുവദിച്ചത് 29 PWD റോഡുകൾക്കും 234 ഗ്രാമീണ റോഡുകൾക്കുമാണ്. PWD റോഡുകളിൽ 29 എണ്ണത്തിൽ 15 എണ്ണത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. ബാക്കി കുറെ എണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ബജറ്റിൽ ഫണ്ട് വെച്ച 4 റോഡിന്റെ പണിയാണ് ഇനി ആരംഭിക്കാനുള്ളത്. കാരണം അത് ഈ വർഷം വെച്ചിട്ടേ ഉള്ളൂ. ഏപ്രിലിലെ സാമ്പത്തിക വർഷം ആരംഭിക്കൂ. അതിനുശേഷം അതിന്റെ പണിയും ആരംഭിക്കും. അപ്പോ 10 റോഡുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ചിലത് അവസാന ഘട്ടത്തിലാണ്, ചിലത് തുടങ്ങിയിട്ടുണ്ട്. 5 കോടിയാണ് എഞ്ചിനീയർ റോഡിന് വിനിയോഗിച്ചത്. ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയത് 64 കോടി ചാലിശ്ശേരിയിൽ നിന്ന് പട്ടാമ്പി വരെയുള്ള നമ്മുടെ മെയിൻ റോഡിനാണ്. ആ മെയിൻ റോഡിന്റെ ഫണ്ട് അനുവദിക്കാൻ കുറച്ച് വൈകി, കാരണം വലിയ തുക ആവശ്യമാണ്. അപ്പൊ നമ്മൾ സാധ്യമായ എല്ലാ സ്രോതസ്സുകളും തേടുകയാണ്. അവസാനമാണ് KSTPയുടെ ഫണ്ട് ലഭ്യമായത്. അതിന്റെ നിർമ്മാണവും അതിവേഗത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ നവീകരണം എന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് മെച്ചപ്പെടുത്തലല്ല, അടിമുടി മാറ്റുകയാണ്. എല്ലാ റോഡുകളും അടിമുടി മാറ്റുന്ന തരത്തിൽ മികച്ച നിലവാരത്തിലുള്ള പുനർനിർമ്മാണമാണ് നടക്കുന്നത്. നവീകരണമല്ല, പുനർനിർമ്മാണം തന്നെയാണ് നടക്കുന്നത്. വലിയ മാറ്റാണ് റോഡുകളുടെയൊക്കെ കാര്യത്തിൽ ഉണ്ടായത്. ഇപ്പൊ പടിഞ്ഞാറങ്ങാടി കൂറ്റനാട് പണി പൂർത്തിയായി കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായി പടിഞ്ഞാറങ്ങാടി നീലിയാട് ഉടൻ വർക്ക് ആരംഭിക്കുകയാണ്. പിന്നെ കറുകപുത്തൂർ ഇത്തോണം, കറുകപുത്തൂർ വട്ടോളിക്കാവ്, കൂറ്റനാട് പെരിങ്ങോട്, ഈ ബജറ്റിൽ കഴിഞ്ഞ ബജറ്റിൽ വെച്ച് ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്ന എഴുമങ്ങാട്, ഇങ്ങനെ പരുതൂർ പഞ്ചായത്തിലെ 2 പ്രധാനപ്പെട്ട PWD റോഡുകൾ, ഇങ്ങനെ അനേകം റോഡുകൾ എണ്ണിപ്പറഞ്ഞാൽ 29 റോഡിന് ഫണ്ട് വെച്ചു. 15 എണ്ണത്തിന്റെ പണി പൂർത്തിയായി. 10 എണ്ണത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 4 എണ്ണത്തിന്റെ ഉടൻ ആരംഭിക്കും. ഇതിനു പുറമെ ജംഗ്ഷൻ നവീകരണം, ഇപ്പോ ആറങ്ങോട്ടുകര ജംഗ്ഷൻ നവീകരണം, അതുപോലെ കറുകപുത്തൂർ ജംഗ്ഷൻ നവീകരണം, പിന്നെ പടിഞ്ഞാറങ്ങാടി ജംഗ്ഷൻ നവീകരണം. ഏറ്റവും കൂടുതൽ തുക വെച്ചത് പടിഞ്ഞാറങ്ങാടി ജംഗ്ഷൻ നവീകരണത്തിന് 2 കോടിയാണ് വെച്ചത്. നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച ഫണ്ട് 7 കോടിയിൽ 2 കോടി പടിഞ്ഞാറങ്ങാടി ടൗൺ നവീകരണത്തിന് നിർമ്മാണം ആരംഭിച്ചു. ബാക്കി 5 കോടി പട്ടിക്കായൽ നവീകരണത്തിനാണ് വെച്ചത്. ഇനി ഗ്രാമീണ റോഡുകളുടെ കാര്യം എടുത്താലും 234 റോഡുകൾ, അതിന് കിട്ടാവുന്ന എല്ലാ സ്രോതസ്സുകളും ഉണ്ട്. 55 റോഡ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. 66 റോഡ് MLA ഫണ്ടാണ്. 34 റോഡ് ഫ്ലഡാണ്. 4 റോഡുകൾ തീരദേശ ഫണ്ടാണ്. ഇങ്ങനെ ലഭ്യമായ എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ടാണ് 234 ഗ്രാമീണ റോഡുകൾക്ക് ഫണ്ട് വെച്ചത്. അതിൽ 80% പണി കഴിഞ്ഞു.
പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.